അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്കിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു ചെറുതല്ല, ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത പറയുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ അച്ഛനും അമ്മേനെയും ഞങ്ങൾ താമസിക്കുന്ന പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പേ ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്നു നിന്നത്. അതെന്ന് വെച്ചാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ. അപ്പോൾ അന്ന് വിളിച്ച സമയത്ത് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം, വളച്ച് നീട്ടലില്ലാതെ കാര്യം പറയാം. അപ്പോൾ ഏതായാലും അമ്മ എത്താൻ പോവാണ്, അമ്മയും അനിയനും എത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ത്രില്ലിലാണ് കേട്ടോ ഉള്ളത്. പക്ഷെ ആ സന്തോഷങ്ങൾ നമ്മൾ പങ്കുവെക്കണമല്ലോ എപ്പോഴും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കുറച്ച് സന്തോഷങ്ങൾ കൂടിയിട്ട് നമ്മൾ പങ്കുവെക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ എനിക്ക് സ്പെഷ്യലി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ ഇപ്പോൾ ഒരു പെൺമക്കളാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് അവർ കൊണ്ടുപോയില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ആൺമക്കളായാലും അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു മോളായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഭാഗം പറയുന്നത്. ആൺമക്കളാണെങ്കിലും അങ്ങനെയാണ്. നമ്മളെ കുറേ കാലം അച്ഛനമ്മയും നമ്മളിങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഇനി നമ്മൾ അവരെ കൊണ്ടുപോകുക എന്നുള്ളത് അല്ല. അത് പറ്റുന്ന മക്കളുണ്ട്, പറ്റാത്ത ഉണ്ട്. അതെന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഉണ്ടാവും, ചിലപ്പോൾ എന്താ പറയുക, കുറച്ച് പ്രായമൊക്കെ ഉള്ള അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങളുടെ ചേട്ടൻ്റെ അച്ഛനമ്മേനും ഞങ്ങൾ ഇതുപോലെ മഹാരാഷ്ട്രയിലുള്ള സമയത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ ഫാമിലി വെക്കുന്നത്. അപ്പോഴേ ഇങ്ങനെ വിളിച്ചായിരുന്നു. പക്ഷെ അച്ഛൻ എന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടിൻപുറമൊക്കെ ആയിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അച്ഛനങ്ങനെ വരാനൊന്നും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഉച്ച സമയം എന്ന് പറയുമ്പോഴേ വീട്ടിലെത്തുന്ന ഒരച്ഛനാണ്. അപ്പം അച്ഛൻ അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. അപ്പം അച്ഛൻ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഭക്ഷണം അപ്പം അമ്മ കൂടെ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് അമ്മേനി അങ്ങനെ ഇവിടെ വിടാറില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനുള്ളത് കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ചും കൂടി സാഹചര്യമൊക്കെ മാറി. കാരണം കുറേ കാലം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എവിടെയും കൂട്ടിയിട്ട് പോകാം. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ നാട്ടിൻപുറത്ത് തന്നെ ജീവിച്ച ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു റൂമിനുള്ളിലൊക്കെ വരുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. അല്ല, നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒതുങ്ങിക്കൂടുക. പിന്നെ ഇവിടെ എന്നൊക്കെ വെച്ചാൽ ഭാഷകൾ സംസാരിക്കാൻ നമ്മുടെ വൈബിനനുസരിച്ചിട്ട് ഒരാളില്ലാതൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതേ സമയത്താണ് ഞാനും എൻ്റെ അച്ഛനമ്മേനെ ഇങ്ങനെ വിളിച്ചത്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ പറയാം, എന്താ പറയുക, ബുദ്ധിമുട്ടുകളാണ് നമുക്കും അറിയാം. എങ്കിലും ഒരു സന്തോഷമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടൊക്കെ വിളിച്ചു. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഒരു പ്ലേസിൽ നമ്മൾ പോയ സമയത്ത് അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിച്ചില്ല. വന്നു കഴിഞ്ഞാൽ ഒരുപാട് വരാനും പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അന്നൊന്നും അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ അച്ഛൻ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരു 2 വർഷം മുൻപേ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഏകദേശ കാര്യങ്ങളും ഒക്കെ കണ്ടു. അച്ഛന് സന്തോഷമായി, അച്ഛന് ഇഷ്ടപ്പെട്ടു ഇവിടെ സ്ഥലം. അപ്പം അമ്മയോട് പോയി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അന്നെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്ന് വെച്ചാൽ അനിയൻ പഠിക്കുന്നു, അച്ഛനെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഇതായിരുന്നു. പക്ഷെ എന്നും നമ്മൾ അങ്ങനെ കരുതിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പം അനിയനും അമ്മയാണ് കേട്ടോ വരുന്നത്. അനിയനിപ്പോൾ ഒരു സാഹചര്യമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അനിയൻ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി പറയാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലേ കുറേ ആഗ്രഹങ്ങൾ. അപ്പോൾ അതിലൊരു ആഗ്രഹമാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് വരിക, കാണിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ്റെ അച്ഛൻ ഇപ്പോഴില്ല, അച്ഛൻ പോയി. അപ്പോൾ പിന്നെ നമ്മുടെ അച്ഛനും അമ്മേനൊക്കെ കൂട്ടിയിട്ട് നാട് കാണിക്കുക വരിക എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അവരുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. കാരണം കുറേ പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് മനുഷ്യൻ്റെ കാര്യമാണല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും ആകുമോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമൊക്കെ ചെയ്താൽ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ചില ക്ലൈമറ്റുകളൊക്കെ ഓരോ ആൾക്കാർക്ക് പിടിക്കില്ല. അപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കണ്ടേ. എപ്പോഴും വന്നിട്ട് ചുമ്മാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഞാൻ ഇത് നിങ്ങൾ പറയില്ലേ എന്താണ് ഇതും പങ്കുവെക്കാതിരുന്നതെന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം എന്താ പറയുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അമ്മ ഇവിടെ ഉണ്ടാവും. അനിയൻ അമ്മേനെ കൊണ്ടുവിട്ടിട്ട് പോകും. അത് കഴിഞ്ഞ് അമ്മേനെ പിക്ക് ചെയ്യാൻ അച്ഛൻ വരും. അപ്പം നമ്മുടെ ഈ ഒരു വർഷം നമ്മൾ ഇവിടുന്ന് നാട്ടിൽ പോകുന്നതിന് മുമ്പേ ഉള്ള കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിലൊരാഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത്.
എന്ത് സന്തോഷമാണെന്ന് പറയാം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്നെക്കാളും ഒരു പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ട്സുകളല്ലാതെ അങ്ങനെ നാട്ടിൽ നിന്നൊന്നും ആരും അധികം വന്ന് താമസിക്കാറ് കുറവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വരുക പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇനി എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ ബോധം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വിശേഷം പങ്കുവയ്ക്കാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയില്ല, ചില വ്ളോഗിലൊക്കെ ഞാൻ അമ്മേനെയും കൂടെ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ബൈ.